ഇന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പര്യാലോചിക്കാം. അതിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കാം. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്നു യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പുള്ള സ്വർണ്ണപീഠത്തിങ്കൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. ഇവിടെ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പായിട്ട് ഇന്നലെ നമ്മൾ 7-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിച്ച 2 വിഭാഗം ആളുകളുടെ പുനരുത്ഥാനം, അവരുടെ വിജയം പ്രാപിക്കൽ എന്നിവയെക്കുറിച്ചുള്ള വിഷയമാണ്. അത് ആദ്യത്തെ വിഭാഗം 144,000 അടങ്ങുന്ന യേശുക്രിസ്തുവിൻ്റെ സഭ. അവർക്ക് സ്വർഗത്തിലാണ് അവകാശം. രണ്ടാമത്തെ വിഭാഗം മഹാപുരുഷാരം എന്ന് പറയുന്ന വലിയ ഒരു ജനക്കൂട്ടം. അത് സഭ ഒഴിച്ചിട്ട് മറ്റുള്ള എല്ലാ മനുഷ്യരും അതിൽ പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ സഭയ്ക്ക് അമർത്യജീവനും ബാക്കിയുള്ളവർക്ക് നിത്യജീവനും ദൈവരാജ്യത്തിൽ നൽകപ്പെടും എന്നുള്ള വിഷയമാണ്. അപ്പോൾ വളരെ പരമപ്രധാനമായ ആ വിഷയങ്ങളുടെ വിവരണത്തിന് ശേഷം ആണ് 8-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം അവതരിപ്പിക്കുന്നത്. 6-ാം മുദ്ര വരെ പൊട്ടിക്കുന്ന സംഭവങ്ങൾ, അത് രാഷ്ട്രീയപരമായ വിഷയങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിലവിലിരിക്കുന്ന രാഷ്ട്രീയ സ്ഥിതിഗതികൾ, മനുഷ്യവർഗത്തിൻ്റെ പൊതുവെയുള്ള അവസ്ഥകൾ, അതിൽ കർത്താവിൻ്റെ പ്രവർത്തനം എങ്ങനെയൊക്കെ ആണ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് വളരെ സങ്കീർണമായ വിഷയങ്ങൾക്ക് ശേഷം ആണ് ഈ സഭയുടെയും മറ്റേ വിഭാഗത്തിൻ്റെയും വിഷയം 7-ാം അധ്യായത്തിൽ അവതരിപ്പിക്കും. അപ്പോൾ അതിന് ശേഷം 8-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടായിരുന്നു. ഒരു അടുത്ത നടപടിക്രമത്തിന് മുൻപായിട്ട് ഒരു ചെറിയ ഇടവേള,
അത് അതിന് മുൻപുള്ള പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മളിവിടെ വിവരിച്ചിട്ടുണ്ട്. ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കല്ല ഇനി കർത്താവ് പ്രവേശിക്കുന്നത്. അതൊരു മറ്റൊരു രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് ഇനി നീങ്ങുന്നത്. അതാണ് ഈ അരമണിക്കൂറോളം മൗനത ഉണ്ടായി എന്ന് പറഞ്ഞു. വലിയ സങ്കീർണ വിഷയങ്ങൾ തൽക്കാലമായിട്ട് അവസാനിച്ചിരിക്കും. അപ്പോൾ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ എന്ന് പറയുന്ന ഭാഗം മുതൽ, ആ മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. അപ്പോൾ 7 മുദ്ര, അതിനുശേഷം 7 ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നു 8-ാം അധ്യായത്തിൽ. അവർക്ക് ഓരോരുത്തർക്കും ഓരോ കാഹളം ലഭിക്കുന്നു. കാഹളം എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പഴയ നിയമ തിരുവെഴുത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇസ്രായേല് പ്രത്യേക സാഹചര്യങ്ങളിൽ കാഹളം ഉപയോഗിക്കുവാൻ ദൈവം അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. അവരുടെ മരുപ്രയാണ യാത്രയിൽ യാത്ര തുടങ്ങുവാനും യാത്ര അവസാനിപ്പിക്കാനും ഈ കാഹള സന്ദേശം ഉപയോഗിക്കുന്നു. പിന്നെ പ്രത്യേക വിശേഷ സന്ദർഭങ്ങളിൽ ജനത്തെ കൂട്ടിവരുത്തുവാനും കാഹളം ഉപയോഗിക്കും. യുദ്ധത്തിന് പുറപ്പെടുവാൻ കാഹളം ഉപയോഗിക്കും. അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഇസ്രായേൽ കാഹളം ഉപയോഗിക്കും. കാഹളം എപ്പോഴും ഒരു സന്ദേശത്തെയാണ് വിളിച്ച് അറിയിക്കുന്നത്. കർത്താവിൻ്റെ 2-ാം വരവിൻ്റെ പ്രവർത്തന ഘട്ടത്തെക്കുറിച്ചും ആ മേഖലയെക്കുറിച്ചും അതിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ ഈ 2-ാം വരവിൽ സംഭവിക്കേണ്ട ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ അത് ആണ് കാഹള സന്ദേശത്തിൽ കൂടി അറിയിക്കുന്നത്. രാജ്യം സ്ഥാപിക്കുന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം കർത്താവിൻ്റെ സഭയെ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. അത് 7-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കും. 144,000 പേരെ മുദ്രയിട്ടെടുത്തിരിക്കും. ശേഷം വരുന്നവരെ സംബന്ധിക്കുന്ന പ്ലാനുകൾ അതിന് കുറെ കൂടി കാലദൈർഘ്യമുണ്ട്. അതായത് പൊതുലോകത്തിൻ്റെ ന്യായവിധിക്ക് കുറെ കൂടി കാലദൈർഘ്യമുണ്ട്. ആ ന്യായവിധി ആരംഭിക്കുന്നതിനു മുമ്പേ സ്വർഗീയ സൈന്യം കർത്താവുമായിട്ട് ചേർന്നിരിക്കും എന്നുള്ളതാണ്. സ്വർഗീയ സൈന്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സഭയെക്കുറിച്ചാണ്. അവർ രാജകീയ പുരോഹിത കുലമാണ്. അവരുടെ ലക്ഷ്യം ഇനി നിലവിലിരിക്കുന്ന അനാചാരങ്ങൾ, അസത്യങ്ങൾ, നിലവിലിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ, മനുഷ്യന് പ്രയോജനകരമല്ലാത്ത എല്ലാ ഉപാധികളും ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെയും സഭയുടെയും അടുത്ത ലക്ഷ്യം. അത് ആത്മീയ മേഖലയിലാണ് കൂടുതൽ
അവർ വ്യാപൃതരാകുന്നത് എന്നുള്ളതാണ്. കൂടുതലും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങൾ മുഴുവൻ ലോകത്തിനും നൽകപ്പെടുവാൻ പോകുന്നതിൻ്റെ സൂചനകൾ ഇന്ന് നിലവിലിരിക്കുന്ന ആത്മീയ മേഖലകൾ, അനേകം മതപ്രസ്ഥാനങ്ങൾ ഇന്ന് നിലനിൽക്കുന്നു. അവയിൽ നിന്നൊന്നും മനുഷ്യന് യഥാർത്ഥവും ശാശ്വതവും പ്രായോഗികവുമായ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഉള്ള ന്യൂനത. ഈ ന്യൂനത പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്രിസ്തുവും സഭയും ഇനി വ്യാപൃതരാകുന്നത്. അതിനെക്കുറിച്ചുള്ള പടിപ്പടിയായിട്ട് വരാനിരിക്കുന്ന നശീകരണ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ശേഷം സ്ഥാപിക്കേണ്ടതായ അനുഗ്രഹകരമായ പ്രവർത്തനങ്ങൾ, അതെല്ലാം ഈ സന്ദേശങ്ങളിൽ കൂടി ലഭിക്കപ്പെടും. ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന ഉദ്ദേശം, അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെടൂ എന്നാണ്. എന്തിന്മേലുള്ള ജയമാണ്? അസത്യങ്ങളുടെ മേലുള്ള ജയം, പൈശാചിക സാമ്രാജ്യത്തിനു മേലുള്ള ജയം. അതിനു വേണ്ടിയിട്ടുള്ള ജയം ഉറപ്പാക്കുന്നതിനു വേണ്ടി ദൈവത്തിൻ്റെ ദാസന്മാർ അതിൽ പങ്കുചേർന്നു. അതാണ് അവൻ്റെ കയ്യിൽ ഒരു വില്ല് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കും. ആ വില്ല് സകല മനുഷ്യരെയും അനുഗ്രഹിക്കും ദൈവമെന്ന് പറഞ്ഞിട്ടുണ്ട് അബ്രഹാമിനോട്. നിന്റെ സന്തതി മുഖാന്തരം ഭൂഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ സകല ഭൂഗോത്രങ്ങളും സകല ജാതികളും ഭാഷക്കാരും എല്ലാം ശാപത്തിന് കീഴിലാണ്. അനുസരണക്കേടിൻ്റെ ഫലമായിട്ടുള്ള ശാപം, അതിൻ്റെ ഫലമായിട്ടുള്ള മരണം, ഇത് രണ്ടും നീക്കം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ആ വില്ലും ആയിട്ട് അവൻ പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 7 ദൂതന്മാർ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നു. അവർക്ക് 7 പേർക്ക് ഓരോരുത്തർക്കൊരു ഓരോ കാഹളം ലഭിക്കുന്നു. അപ്പോൾ ഈ കാഹളം എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്നു യാഗപീഠത്തിനരികെ നിന്നു. യാഗപീഠം സമാഗമന കൂടാരത്തിൽ ഒരു യാഗപീഠം അന്ന് സ്ഥാപിതമായി. അതിൽ നിരന്തര ഹോമയാഗം കഴിക്കണം. ആ യാഗം ദൈവം പ്രസാദിച്ചതിന് ശേഷം മഹാപുരോഹിതൻ ജനത്തെ അനുഗ്രഹിക്കും. അത് സ്വർഗീയമായതിൻ്റെ ഒരു നിഴലായിരുന്നു. അവൻ കൈപ്പണിയായ കൂടാരത്തിലേക്കല്ല പ്രവേശിച്ചത് യേശുക്രിസ്തു.
കൈപ്പണി അല്ലാത്ത കൂടാരത്തിലേക്ക് യേശു തൻ്റെ രക്തം കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്ന്. അത് പിതാവിൻ്റെ പക്കൽ സമർപ്പിക്കണം, ആ നിയമരക്തം. അതുകൊണ്ട് ഇപ്പോൾ ഈ യാഗപീഠം അത് ലക്ഷ്യാർത്ഥമാക്കുന്നത് സ്വർഗത്തിലാണ്. സ്വർഗത്തിലെ യാഗപീഠം. ഭൗമിക യാഗപീഠത്തിന് ഇനി സ്ഥാനമില്ല. അത് സ്വർഗീയമായതിൻ്റെ നിഴലായിരുന്നു എന്നാണ്. അപ്പോൾ ഈ യാഗപീഠം ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിലാണ്. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ഏതാണ് ഈ വിശുദ്ധന്മാർ? അത് ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസന്മാരെ സംബന്ധിച്ച അവരുടെ പ്രാർത്ഥനയോടുകൂടി ചേർക്കണം. അവരെന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? കർത്താവിൻ്റെ രണ്ടാം വരവിനു വേണ്ടിയും രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. പിന്നീടുള്ള പ്രാർത്ഥന അവരുടെ വിശ്വാസത്തിൻ്റെ ആരംഭവും അവസാനവും അത് ഭംഗിയായിട്ട് പൂർത്തീകരിക്കണമെന്നുള്ള പ്രാർത്ഥന. കാരണം ഇവർ സ്വർഗീയമായതിനെയാണ് കാക്ഷിച്ചിരിക്കുന്നത്. 144,000 പേരെ സംബന്ധിച്ച് അവർ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അത് വളരെ വില കൊടുത്തു വാങ്ങേണ്ട ഒരു പ്രതിഫലമാണ്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന നിരന്തരമായിട്ട് നമ്മൾ 5-ാം അധ്യായത്തിൽ അവരെക്കുറിച്ച് പഠിച്ചപ്പോൾ അവരെ പീഡിപ്പിച്ചവർ, അവരുടെ മുൻപിൽ വന്ന വിശ്വാസികളെ കൊല ചെയ്തും പീഡിപ്പിച്ചും മുടിച്ചും പോന്ന ഒരു പ്രസ്ഥാനം അത് ഇന്നും നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇവരുടെ പ്രാർത്ഥനയിൽ കൂടി വേണം വിജയം പ്രാപിക്കുവാൻ. യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. അപ്പം ഇവിടെ പിതാവായ ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും നിരന്തരമായ നിരീക്ഷണത്തിലും സംരക്ഷണത്തിലുമാണ് ഈ സഭ ഇവിടെ കഴിയുന്നതെന്നാണ്. അവരുടെ പ്രാർത്ഥന അത് ഉയരത്തിലേക്ക് എത്തി. അതിന് അവർക്ക് മറുപടി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്തേ? ധൂപകലശം എടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് ദൂതൻ ഈ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമായി ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ യാഗപീഠത്തിലെ കനൽ യാഗവസ്തു എരിയുന്നതിന് വേണ്ടിയിട്ടുള്ള കനല. നല്ല ശക്തിയുള്ള വിറക ഇട്ട് കത്തിക്കണം. അപ്പോൾ ഭൂമിയിലേക്ക് എറിഞ്ഞു.
ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. യേശുക്രിസ്തുവിൻ്റെ ബലിമുഖാന്തരം നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് മുഴുവൻ മനുഷ്യരാശിക്കും പൂർണ്ണമായ ഒരു അറിവ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ ദൂതൻ ചെയ്യുന്നത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്. സുവിശേഷം കൊണ്ട് ലോകത്തെ ന്യായം വിധിക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ലക്ഷ്യം. എങ്ങനെയാണ് സുവിശേഷം കൊണ്ട് ന്യായം വിധിക്കുന്നത്? അപ്പോസ്തലൻ പറയുന്നുണ്ട്, ദൈവം ലോകത്തെ എൻ്റെ സുവിശേഷം കൊണ്ട് ന്യായം വിധിക്കുന്ന കാലം എന്ന് പറയുന്നത്. അപ്പോസ്തലൻ പറയാം, എൻ്റെ സുവിശേഷം കൊണ്ട് ദൈവം ലോകത്തെ ന്യായം വിധിക്കുന്ന സമയം. അപ്പോൾ അപ്പോസ്തലൻ എൻ്റെ സുവിശേഷം എന്ന് പറയും. അപ്പൊ എൻ്റെ സുവിശേഷം എന്ന് പറയാൻ എന്താ വിശേഷത? യേശുവിൻ്റെ സുവിശേഷമല്ലേ? യേശുവിൻ്റെ സുവിശേഷം തന്നെയാണ് അപ്പോസ്തലനും പറഞ്ഞു. അപ്പൊ എൻ്റെ സുവിശേഷം എന്ന് പറയാനത്തക്ക മഹത്വം പൗലോസ് അപ്പോസ്തലനുണ്ടെന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ അറിവ് അത്രയ്ക്ക് വലുതാണ്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നെഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ഞാനത് മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാണ് അത്രേ പ്രാപിച്ചത് എന്ന് പറയും. അപ്പോൾ മറ്റേതൊരു അപ്പോസ്തലനേക്കാളും ഉയർന്ന വിധത്തിലുള്ള യേശുക്രിസ്തുവിൻ്റെ സാമീപ്യം അപ്പോസ്തലനുണ്ടാണ്. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഈ വിധത്തിൽ അപ്പോസ്തലന്റെ പരിജ്ഞാനം പിതാവായ ദൈവത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചുള്ള പരിജ്ഞാനം വളരെ ശ്രേഷ്ഠമായതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത് എൻ്റെ സുവിശേഷ പ്രകാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നു അപ്പോസ്തലന്റെ സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ. അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പൊ ഈ സുവിശേഷം കൊണ്ടാണ് ഇനി ഭാവിയിൽ യേശുക്രിസ്തുവും സഭയും ലോകത്തെ ന്യായം വിധിക്കുന്നത്. ഈ സുവിശേഷം കൊണ്ടാണ്. അതുകൊണ്ടാണ് സ്വർണയാഗപീഠത്തിൽ നിന്നും കനൽ നിറച്ച് അത് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ക്രിസ്തുവിനെ കുറിച്ച് അറിയേണ്ടുന്നതിന് വേണ്ട എല്ലാ പരിജ്ഞാനങ്ങളും ഇതിലുണ്ട്. അതിൻ്റെ സാഹചര്യം, അത് പ്രത്യേക ഒരു സാഹചര്യം ഇനി ഉളവായി വരും. സകല മനുഷ്യർക്കും സുവിശേഷം അറിയുവാൻ, അതിൽ ആദാമ്യ സന്തതിയിൽപ്പെട്ട എല്ലാവർക്കും അവസരമുളവായി വരും. ഇന്ന് നമ്മൾ ലോകത്തിൽ ഒരുപാട് സുവിശേഷം കേൾക്കുന്നുണ്ട്. ഒരുപാട് സുവിശേഷ പ്രാസംഗികന്മാരുണ്ട്. ആയിരക്കണക്കിന് സഭാ പണ്ഡിതന്മാരുണ്ട്. പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗങ്ങളുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും സുവിശേഷ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്? ഉണ്ടാകാൻ കാരണം
യഥാർത്ഥ സുവിശേഷം ആരും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ്. എല്ലാവരും യഥാർത്ഥ സുവിശേഷം മനസ്സിലാക്കിയാൽ ഒരു സഭയെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പലരും വ്യത്യസ്തമായ ആശയങ്ങൾ, വ്യത്യസ്തമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പല വിധത്തിലുള്ള പേരുകളിലുള്ള സഭകൾ, ഇവരെല്ലാവരും പറയുന്നത് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സഭയാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ സഭയാണ്, ഞങ്ങൾ സത്യമാണ് പഠിപ്പിക്കുന്നത്. നിർവചിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ മർമ്മമെന്ന് പേരിടും. എന്നിട്ട് ആളുകളോട് പറയും അതൊരു ഭയങ്കര മർമ്മമാണ്, അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റൂല, അതുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിക്കുകയും പഠിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി. തൃത്വ ദൈവത്തെ എങ്ങനെ നിർവചിക്കാൻ പറ്റും, എങ്ങനെ വർണ്ണിക്കാൻ പറ്റും? കേൾവിക്കാരന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയല്ല. അപ്പം ചോദിക്കും, അച്ചോ അല്ലെങ്കിൽ പാസ്റ്ററെ ഇതെങ്ങനെയാ, ഞങ്ങൾക്കൊന്ന് നിർവഹിച്ചു തരാവോ? അത് ഭയങ്കര മർമ്മമാ, അതെല്ലാവർക്കും മനസ്സിലാകില്ല എന്ന് പറയും. ദൈവത്തിൻ്റെ മർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ഏതാണ് മർമ്മം, ഏതാണ് മർമ്മമല്ലാത്തതെന്ന് തിരിച്ചറിയാൻ പറ്റും. തൽക്കാലം മറിഞ്ഞിരിക്കുന്നതും യഥാസമയം വെളിപ്പെടുന്നതുമായ ദൈവത്തിൻ്റെ പ്ലാനുകളാണ് മർമ്മം എന്ന് പറഞ്ഞ്. മനുഷ്യന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത വിഷയങ്ങൾ മർമ്മമായിട്ടിരിക്കുകയില്ല. അപ്പം ഇങ്ങനെ വിവിധങ്ങളായ ആചാരാനുഷ്ഠാനങ്ങൾ ഉള്ള സഭകളുള്ളതുകൊണ്ടാണ് ഈ നൂറുകണക്കിന് സഭകൾ ഇന്ന് ഭൂമിയിലുള്ളത്. ഇതിലൊന്നും സത്യമില്ല. എല്ലാം ഉള്ളി തൊണ്ടുപൊളിക്കുന്നത് പോലെ ഈ പല പേരുകളിൽ അറിയപ്പെടുന്ന സഭകളുടെ എല്ലാം ആശയം ഒന്ന് തന്നെയാണ്. പിതാവായ ദൈവത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചും ആദ്യം പറയുന്ന കാര്യങ്ങൾ പിന്നെ പറയല, പിന്നെ പറയുന്ന കാര്യങ്ങൾ ആദ്യം പറയല. അതങ്ങനെ. പിന്നെ നരക ഉപദേശങ്ങൾ കൊണ്ടാണ് ഈ സഭകളെല്ലാം പിടിച്ചു നിൽക്കുന്നത്. മനുഷ്യനെ ഭയപ്പെടുത്തുകയാണ്. പാപം ചെയ്യുന്നവൻ നരകത്തിൽ പോകും, അവിടെ കെടാത്ത തീയുണ്ട്, ചാകാത്ത പുഴുവുണ്ട്, അതുകൊണ്ട് അതിൽ പതിക്കാതിരിക്കാൻ നിങ്ങൾ ഇന്ന ഇന്ന ക്രിയകൾ ചെയ്യണം, ഇത്ര ദിവസം ഉപവസിക്കണം, ഇന്ന സ്ഥലത്ത് പുണ്യസ്ഥലത്ത് പോകണം. ഇങ്ങനെ മനുഷ്യന് എടുക്കാൻ മേലാത്ത ചുമടുകൾ കെട്ടിവെച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സഭകൾ. യഥാർത്ഥത്തിൽ എന്താണ് സത്യം എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും സത്യം മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യം ഇവിടെ സഭകൾ ഉളവാക്കിക്കൊണ്ടിരിക്കുക. ഇതിനെല്ലാം മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്വർണയാഗപീഠത്തിൽ നിന്നും തീക്കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിയുന്നത്. കർത്താവും സഭയും ചെയ്യുന്ന ആദ്യത്തെ വേലയാണ്. അപ്പോൾ എന്തുണ്ടാവും? എല്ലാവരും യഥാർത്ഥമായ സത്യം തിരിച്ചറിയും. അപ്പോസ്തലൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല എന്നാണ്. അപ്പൊ അപ്പോസ്തലന്റെ കാലത്ത് പോലും ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്നവർ ഉണ്ടായിരുന്നു. അതിന്ന് വളരെ വിപുലമായിരിക്കുക. അപ്പൊ ഈ അസത്യങ്ങളെ അടിച്ചമർത്തുക എന്നുള്ളതാണ് കർത്താവിൻ്റെയും സഭയുടെയും അടുത്ത ലക്ഷ്യം. അപ്പൊ ഇങ്ങനെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞപ്പോൾ ഇടിമുഴക്കം, നാദം, മിന്നല്, ഭൂകമ്പം ഉണ്ടായിരുന്നു. ഒരു ആഗോള തലത്തിൽ മനുഷ്യരാശിയുടെ ഇടയിൽ വലിയൊരു വിപ്ലവം, ഒരു മാറ്റം സംഭവിച്ചു, സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും എന്തു ചെയ്യും? നിർമ്മലമായ ദൈവത്തിൻ്റെ വചനങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങും.
ഇപ്പോൾ നിലനിൽക്കുന്ന പ്രസ്ഥാനങ്ങളെല്ലാം ഓരോരുത്തരുടെ വ്യക്തി താല്പര്യത്തിനു വേണ്ടിയും സംഘടന താല്പര്യത്തിനു വേണ്ടിയിട്ടും സാമ്പത്തിക വരുമാനത്തിന് വേണ്ടിയിട്ടും അതിൽ നിൽക്കുന്ന ആളുകളുടെ പദവിക്കും വേണ്ടിയിട്ടാണ്. ഇതൊന്നും പിതാവായ ദൈവവും യേശുക്രിസ്തുവും അംഗീകരിക്കുന്ന വസ്തുതകളല്ല. അവരുടെ നിയമം വ്യക്തവും കൃത്യവുമായി വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ലൈനിൽ കൂടെ പോകാത്ത ഒരു പ്രസ്ഥാനങ്ങളും ഇനി കർത്താവ് അനുവദിക്കുകയില്ല. അതിനാണ് മാറ്റം വരേണ്ടത്. ഇവിടെ സീനായി പർവ്വതത്തിൻ്റെ അടിവാരത്ത് ന്യായപ്രമാണം പ്രാപിക്കുന്ന ഇസ്രായേൽ മോശ പർവ്വതത്തിലേക്ക് കയറുന്നു. അവിടെ യഹോവയുടെ സാന്നിധ്യമുണ്ടാകുന്നു. ന്യായപ്രമാണം നൽകുന്ന ആ സന്ദർഭം, അവിടെ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ അന്ന് പ്രത്യക്ഷമായി യഹൂദജനത കണ്ടതാ. ഇതൊരു പുതിയ നിയമം സ്ഥാപിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഇടിമുഴക്കം, നാദം, മിന്നല്, ഭൂകമ്പം എന്നാണ്. ഇവിടെ സീനായി മലയിൽ മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം, ഇങ്ങനെയുള്ള പ്രകടമായ ചില സംഭവങ്ങളുണ്ടായി. അന്ന് യഹോവയുടെ ശബ്ദം ഇസ്രായേൽ കേട്ടു. രൂപം കണ്ടില്ല, ശബ്ദമേ കേട്ടു. അവർ പേടിച്ച് ഭയന്നു. മോശയും ഭയന്നു ആ ശബ്ദം കേട്ടു. ഇതിവിടെ കർത്താവിൻ്റെ സാന്നിധ്യകാലത്ത് യഹോവയുടെ ശബ്ദം മുഴുവൻ മനുഷ്യരാശിയും കേൾക്കാൻ പോവുകയാണ്. അത് ഭയത്തിൻ്റെ ശബ്ദമല്ല, ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു സന്ദേശം കേൾക്കുവാൻ പോവാൻ. അതിനെക്കുറിച്ചുള്ള തുടക്കമാണ് ഇവിടെ ഒന്നാം മുദ്ര പൊട്ടിക്കുമ്പോൾ കാണുന്ന സംഭവ വികാസങ്ങൾ, ഉപദേശങ്ങൾ, അതിൽ വരുന്ന, അതിൻ്റെ പരമായി വരുന്ന മാറ്റങ്ങൾ, മിന്നല്, അത് വിലയേറിയ സത്യങ്ങളാണ്. ക്രിസ്തുവിനെ കുറിച്ച വിലയേറിയ സത്യങ്ങളാണ് മിന്നൽ എന്ന് പറയുന്നത്. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ, അത് നട്ടുച്ച വരെ അധികമധികമായി ശോഭിച്ചു വരും. അങ്ങനെ എല്ലാവർക്കും ഒരു ചെറിയ വെളിച്ചത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് ഒരു വലിയ വെളിച്ചത്തിലേക്കുള്ള സഞ്ചാരത്തിനുള്ള സമയം, അതും കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ അതിൽ മനുഷ്യന് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് തുടർന്നു വരുന്ന കാര്യങ്ങൾ നാളെ പരിശോധിക്കാമെന്ന് വിചാരിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം.